Hi friends, എല്ലാവർക്കും നഴ്സിംഗ് ആസ്പിറൻസ് ടു ലേൺ നഴ്സിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ചെറിയൊരു ഗ്ലാൻഡും എന്നാൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്ലാൻഡും ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിന് വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എന്നാലും നിങ്ങൾക്ക് ആ ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. പീനിയൽ ഗ്ലാൻഡ്, ദാറ്റ് ഈസ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാം. നമ്മുടെ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മുടെ ബ്രെയിനിനുള്ളിൽ കാണപ്പെടുന്ന, നമ്മുടെ സെറിബ്രത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് ഈ പീനിയൽ ഗ്ലാൻഡ്. അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് മെലറ്റോണിൻ. മെലറ്റോണിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണുക. പ്രീവിയസ്ലി മിസ്സായ വീഡിയോസ് ഒക്കെ കണ്ടു പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നന്നായിട്ട് പഠിച്ചു പോവുക. Okay, let's start. Small video, okay? അപ്പോൾ ഇതാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ബ്രെയിൻ ആണ്. ബ്രെയിനിൽ ഈ ഒരു ഭാഗമാണ് നമ്മുടെ തലാമസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെയാണ് തലാമസ് കാണുന്നത്. തലാമസിൽ നിന്ന് താഴെയാണ് ഹൈപ്പോ തലാമസ് വരുന്നത്. ഹൈപ്പോ തലാമസിന് താഴെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നത്, അല്ലെ? അപ്പൊ ഈ തലാമസിന് നമ്മുടെ ഈ ഒരു ഭാഗമായ തലാമസ് കണ്ടോ, തലാമസിന്റെ പിൻഭാഗത്ത് ഇൻഫീരിയർ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ആയിട്ടാണ് ഏത് ഗ്ലാൻഡ് കാണുന്നത്? ഈ ഭാഗത്തായിട്ടാണ് പീനിയൽ ഗ്ലാൻഡ് കാണുന്നത്. അതിന് എൻലാർജ്ഡ് ആയിട്ടുള്ളതാണ് ഇവിടെ കാണിച്ചിരുന്നത് കേട്ടോ. പീനിയൽ ഗ്ലാൻഡ്, ഇതാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പീനിയൽ ഗ്ലാൻഡിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻഫീരിയർ ബട്ട് സംവാട്ട് പോസ്റ്റീരിയർ ടു ദ തലാമസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇൻഫീരിയർ ആണ്, ഇച്ചിരി തലാമസിന് താഴെയായിട്ടാണ്, പക്ഷെ പുറകിലുമായിട്ടാണ്. തലാമസിന്റെ പിന്നിൽ, തലാമസിനേക്കാൾ താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ്. അത് വളരെ ചെറിയാണ്. ഇറ്റ്സ് എ ടൈനി എൻഡോക്രൈൻ ഗ്ലാൻഡ്. അതായത് വളരെ ചെറിയൊരു ഗ്ലാൻഡ് ആണ്. ഹൂസ് ഫങ്ഷൻസ് ആർ നോട്ട് എൻറ്റയർലി ക്ലിയർ. അതിന്റെ ഫങ്ഷൻസ്, അതായത് പീനിയൽ ഗ്ലാൻഡിന്റെ എക്സാക്ട് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. പക്ഷെ എന്നാലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ നമുക്ക് അറിയാം. അതെന്താണെന്ന് നോക്കാം. അപ്പൊ ഈ പീനിയൽ ഗ്ലാൻഡിനകത്ത് കാണപ്പെടുന്ന സെല്ലുകളെ പറയുന്ന പേരാണ് പീനിയാലോസൈറ്റ്. ഓക്കെ, നമ്മൾ അഡിപ്പോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ പീനിയൽ ഗ്ലാൻഡിനകത്ത് കാണപ്പെടുന്ന സെല്ലിനാണ് പീനിയാലോസൈറ്റ് എന്നറിയപ്പെടുന്നത്. ഈ പീനിയാലോസൈറ്റ് എന്നറിയപ്പെടുന്ന സെല്ലുകളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ദ അമൈൻ ഹോർമോൺ മെലറ്റോണിൻ. മെലറ്റോൺ എന്നുള്ള അമൈൻ കോമ്പൗണ്ട് ആണ് കേട്ടോ. മെലറ്റോൺ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പീനിയൽ ഗ്ലാൻഡ് എവിടെ കാണുന്നു? തലാമസിന്റെ പിന്നിലായിട്ട്, ഇൻഫീരിയർ ആൻഡ് പോസ്റ്റീരിയർ ടു ദ തലാമസ് ആണ് പീനിയൽ ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ. ആൻഡ് പീനിയൽ ഗ്ലാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പീനിയാലോസൈറ്റ് സെൽസ്. ഈ പീനിയാലോസൈറ്റ് സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണായ മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെലറ്റോണിന്റെ പ്രത്യേകത ഏതാണ്? മെലറ്റോണിൻ എന്നതിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഓർ നോട്ട് സെക്രീറ്റഡ്, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സെറട്ടോണിൻ. സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് കേട്ടോ. സെറട്ടോണിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ പഠിക്കും. അപ്പോൾ ആ സമയത്ത് ഇത്തിരി കൂടി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം. എന്ന് പറയുന്ന രണ്ട് ന്യൂറോണുകൾക്ക് ഇടയിലുള്ള സിനാപ്സ് എന്ന സ്പേസിൽ ഉണ്ടാകുന്ന ഒരു സെക്രീഷൻ ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ബ്രെയിനിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഓർത്തിരിക്കുക. സെറട്ടോണിൻ നമ്മുടെ പല മെഡിക്കൽ സർജിക്കൽ കണ്ടീഷൻസ് പഠിക്കുമ്പോൾ ഇതിന്റെ സെറട്ടോണിന്റെ സെക്രീഷനിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് നമ്മൾ അവിടെ പഠിക്കും. അപ്പോൾ നമ്മുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള സെറട്ടോണിനിൽ നിന്നുമാണ് ഈ നമ്മുടെ മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ ആര് ഫോം ചെയ്യുന്നത്? നമ്മുടെ ഈ പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പീനിയൽ ഗ്ലാൻഡിലെ ഏത് സെല്ലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പീനിയാലോസൈറ്റ് എന്നുള്ള സെല്ലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോർമോണിന്റെ പേര് മെലറ്റോണിൻ. ഇത് ഏതിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്നു? സെറട്ടോണിൻ എന്നറിയപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഐ തിങ്ക് യു ഓൾ ആർ ക്ലിയർ വിത്ത് ദിസ്. നമുക്ക് ജസ്റ്റ് ബാക്കി ഒന്ന് നോക്കാം. The secretion of melatonin varies according to the level of light received from the environment. നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ജീവിക്കുന്ന സ്ഥലത്തുള്ള പുറമെയുള്ള എനിക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റിലെ ലൈറ്റിനനുസരിച്ച്, പ്രകാശത്തിനനുസരിച്ചിട്ടാണ് ഈ മെലറ്റോണിന്റെ സെക്രീഷൻ കൂടുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ ഒരു റെഗുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. When photons of light stimulates retinas of eyes, a nerve impulse is sent to a region of hypothalamus called suprachiasmatic nucleus. Suprachiasmatic nucleus എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോതലാമസിലുള്ള ഒരു സ്പേസ് ആണ്, ഒരു റീജിയൻ ആണ് കേട്ടോ. ആ റീജിയനിലോട്ട് സ്റ്റിമുലേഷൻസ് എപ്പോഴാണ്? ഇപ്പൊ എന്റെ കണ്ണിൽ പ്രകാശത്തിന്റെ
ഫോട്ടോൺസ്, പ്രകാശത്തിന് ആ ഒരു റേസ് പ്രകാശത്തിന്റെ ഫോട്ടോൺസ് എന്റെ കണ്ണിന്റെ റെറ്റിനയിൽ പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ നെർവ് ഇമ്പൾസസ് ഉടനെ അത് എവിടെ എത്തിച്ചേരും? ഹൈപ്പോതലാമസിൽ എത്തിച്ചേരും. ഹൈപ്പോതലാമസിലുള്ള ആ പർട്ടിക്കുലർ റീജിയന്റെ പേര് എന്താണ്? സുപ്രാകിയാസ്മാറ്റിക് ന്യൂക്ലിയസ്. അവിടെയാണ് ആ ഒരു ഇൻഫർമേഷൻ എത്തുന്നത്. ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സിർക്കാഡിയം റിതം, മീൻസ് ബയോളജിക്കൽ റിതം, അതായത് നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം, എപ്പോഴും ഉറങ്ങണം, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബയോളജിക്കൽ റിതം എന്ന് പറയുന്നത്. ഈ ബയോളജിക്കൽ റിതംസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഏരിയക്ക് സുപ്രാകിയാസ്മാറ്റിക് ന്യൂക്ലിയസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ മെലറ്റോണിൻ എന്ന ഹോർമോണിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഫ്രം ദ സുപ്രാകിയാസ്മാറ്റിക് ന്യൂക്ലിയസ് ദ നെർവ് സിഗ്നൽ ഈസ് കാരിയഡ് ടു സ്പൈനൽ കോഡ്. എന്ത് ചെയ്യുന്നു? നമ്മുടെ റെറ്റിനയിൽ ലൈറ്റ് വന്ന് പതിക്കുന്നു, ലൈറ്റിലെ ഫോട്ടോൺസ് വന്ന് പതിക്കുന്നു. അവിടെ ഇമ്പൾസസ് എവിടെ? നമ്മുടെ ഹൈപ്പോതലാമസിൽ സുപ്രാകിയാസ്മാറ്റിക് ന്യൂക്ലിയസിൽ എത്തുന്നു. അവിടെ ഇമ്പൾസസ് എവിടെ എത്തുന്നു? ഇൻഫർമേഷൻ സ്പൈനൽ കോഡിൽ എത്തുന്നു. സ്പൈനൽ കോഡ് എന്ത് ചെയ്യുന്നു? പീനിയൽ ഗ്ലാൻഡിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. എന്തിന്? മെലറ്റോണിന്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യൂ. പ്രകാശം വന്നു, മെലറ്റോണിന്റെ സെക്രീഷൻ കുറഞ്ഞു. മെലറ്റോണിൻ ഈസ് ഇൻഹിബിറ്റഡ്. മെലറ്റോണിന്റെ സെക്രീഷൻ അവിടെ കുറഞ്ഞു. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഉന്മേഷം വരികയും നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ക്ഷീണമൊക്കെ മാറി മെലറ്റോണിൻ കുറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഫുൾ വേക്ക്ഫുൾനെസ്സിലാവും, അതായത് ഫുൾ വേക്ക് ആവും, അല്ലെ, അതായത് നമ്മൾ നല്ല ഉന്മേഷത്തോടെ ഉണരും. അതാണ് മെലറ്റോണിന്റെ ഒരു ഇമ്പോർട്ടൻസ്. മെലറ്റോണിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രൗസിനെസ് ഉണ്ടാവും. ഡ്രൗസ് അല്ലെങ്കിൽ ക്ഷീണം, തളർച്ച, ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നും മെലറ്റോണിൻ കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഓർത്തിരിക്കുക, സെറോട്ടോണിൽ നിന്നും ഫോം ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണിൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ്. ഈ പീനിയൽ ഗ്ലാൻഡ് ഇത് സെക്രീറ്റ് ചെയ്യണമെങ്കിൽ ആരാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്? നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നും സുപ്രാകിയാസ്മാറ്റിക് ന്യൂക്ലിയസിൽ നിന്നുമാണ് ഇൻഫർമേഷൻ നമ്മുടെ സ്പൈനൽ കോഡ് വഴി പീനിയൽ ഗ്ലാൻഡിലൂടെ എത്തുന്നത്. സപ്പോസ് ലൈറ്റ്, അതായത് പകല് നമ്മൾ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും, സപ്പോസ് വെളുപ്പിന് എഴുന്നേക്കുന്ന ശീലമില്ലാത്തവരാണെങ്കിലും 6-6:30 ആകുമ്പോഴേ നമ്മൾ നല്ല കട്ടനൊന്നുമില്ലാത്ത ജനലിന്റെ അടുത്താണ് കിടന്നു തുടങ്ങുന്നതെങ്കിൽ ദേവി വെളിച്ചം വന്ന് നമ്മുടെ കണ്ണിൽ പതിക്കും, അല്ലെ. കണ്ണിൽ പതിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉടനെ നമ്മൾ ഉണരും, അല്ലെ. ആ ഉണരുന്നതിന് കാരണം എന്താണ്? കാരണം അവിടെ മെലറ്റോണിന്റെ സെക്രീഷൻ അവിടെ കുറഞ്ഞു. ആ ലൈറ്റ് വന്ന് റെറ്റിനയിൽ പതിച്ചു. റെറ്റിനയിൽ നിന്നും ഈ ഇൻഫർമേഷൻ നമ്മുടെ ഹൈപ്പോതലാമസിൽ പോയി. ഹൈപ്പോതലാമസിൽ നിന്നും ഇവിടെ എത്തി സ്പൈനൽ കോഡ് വന്നു. സ്പൈനൽ കോഡിൽ നിന്ന് പീനിയൽ ഗ്ലാൻഡിന് ഇൻഫർമേഷൻ പോയി മെലറ്റോണിൻ കുറയ്ക്കൂ എന്നുള്ളത്. അങ്ങനെ മെലറ്റോണിൻ കുറഞ്ഞു, നമ്മൾ ഉണർന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും? ഇതിന് നേരെ ഓപ്പോസിറ്റ് നടക്കും. അതായത് രാത്രി ആകുമ്പോൾ നമ്മുടെ ആ ഒരു സ്ലീപ്നെസ്, അതായത് മെലറ്റോണിന്റെ സെക്രീഷൻ കൂടുന്നു. ഡാർക്ക് ലൈറ്റ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവിടെ ഈ മെലറ്റോണിന്റെ സെക്രീഷൻ നേരെ തിരിച്ചു സെക്രീഷൻ കൂടുകയും നമുക്ക് ഉറക്കവും വരികയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? പീനിയൽ ഗ്ലാൻഡ് എന്താണ്, എങ്ങനെയാണ് ഈ മെലറ്റോണിന്റെ സെക്രീഷൻ എന്നുള്ളത്? ഡ്യൂറിങ് ഈവനിങ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആൻഡ് ബൂസ്റ്റിംഗ് ബ്ലഡ് ലെവൽസ് ആൻഡ് കോസിംഗ് ഡ്രൗസിനെസ്. അങ്ങനെ ഈവനിങ് ടൈമിൽ, അതായത് ഇരുട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് മെലറ്റോണിന്റെ സെക്രീഷൻ കൂടുകയും നമുക്ക് ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരികയും ഡ്രൗസിനെസ് വരികയും. ഓക്കെ, സെക്രീഷൻ ഓഫ് മെലറ്റോണിൻ മേ ഇൻഫ്ലുവൻസ്, അതായത് സിർക്കാഡിയം റിതംസിനെ എഫക്ട് ചെയ്യാം. അതായത് എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്ലീപ്നെസ്സും വേക്ക്ഫുൾനെസ്സും മാത്രമല്ല, നമ്മുടെ വിശപ്പ്, ടെമ്പറേച്ചർ, ഇതിനെയൊക്കെ ചിലപ്പോൾ എഫക്ട് ചെയ്യും. അതായത് നമ്മുടെ വിശപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിന്, ബോഡി ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിലൊക്കെ നമ്മുടെ മെലറ്റോണിന് ഫംഗ്ഷൻ ഉണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ചിൽഡ്രൻ ഹാവ് ഹയർ മെലറ്റോണിൻ ലെവൽസ് ദാൻ അഡൽട്സ്. അത് നമുക്ക് കോമൺ ആയിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം, അല്ലെ. മെലറ്റോണിൻ കൂടിക്കഴിഞ്ഞാൽ ഉറക്കം കൂടുതലാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത്, അല്ലെ. അപ്പൊ അവർക്ക് എന്തായാലും മെലറ്റോണിൻ കൂടുതലാണ്. അഡൽറ്റിനേക്കാളും കൂടുതൽ മെലറ്റോണിൻ ആണ് കൂടുതൽ. അതിനോടൊപ്പം മറ്റൊരു ഇമ്പോർട്ടൻസ്, ഈ മെലറ്റോണിൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഗൊണാഡോട്രോപിൻസിന്റെ അളവും കുറയുന്നു. ഓക്കെ, ഗൊണാഡോട്രോപിൻസിന്റെ അളവ് കുറയുന്നു. എന്താണ് ഗൊണാഡോട്രോപിൻസ്? ഈ ഗൊണാഡോട്രോപിൻസിനാണ് നമ്മുടെ പ്യൂബർട്ടിക്ക് കാരണമാകുന്നത്, മെച്യൂരിറ്റി ഉണ്ടാകുന്നത്, സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത് ഗൊണാഡോട്രോപിൻസിനാണ്. ഈ ഗൊണാഡോട്രോപിൻസിന്റെ ലെവൽ കുറയുന്നു എന്ന് പറഞ്ഞത്, അതായത് മെലറ്റോണിൻ കൂടുമ്പോൾ മെലറ്റോണിൻ കുട്ടികളിൽ കൂടുതലാണ്, ആ സമയത്ത് ഗൊണാഡോട്രോപിൻ കുറവാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇവിടെ അവര് പ്യൂബർട്ടി വരുന്നില്ല, അല്ലെ, പ്യൂബർട്ടി ആകുന്നില്ല, മെച്യൂർ ആകുന്നില്ല. അവർ ഒന്ന് ഏജ്ഡ് ആയി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മെലറ്റോണിന്റെ അളവ് കുറയുകയും ഈ ഗൊണാഡോട്രോപിന്റെ അളവ് കൂടുകയും അവർ പ്യൂബർട്ടി ആകുകയും അല്ലെങ്കിൽ മെച്യൂർ ആകുകയും.
ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പീനിയൽ ഗ്ലാൻഡിൽ പഠിക്കാനുള്ളത്. പീനിയൽ ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഹൈപ്പോതലാമസിന്റെ പിന്നിൽ താഴെയായിട്ട് ഇൻഫീരിയർ ആൻഡ് പോസ്റ്റീരിയർ ടു ദ ഹൈപ്പോതലാമസ് തലാമസിന്. അതാണ് പീനിയൽ ഗ്ലാൻഡിലെ ലൊക്കേഷൻ. അതിലുള്ള സെല്ലുകൾ നമ്മൾ പീനിയാലോസൈറ്റുകൾ എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മെലറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത്. മെലറ്റോണിൻ ഫോം ചെയ്യുന്നത് സെറോട്ടോണിൻ എന്ന കോമ്പൗണ്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ സെറോട്ടോണിൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിൽ നിന്നാണ്. ഇതിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. ലൈറ്റ് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോൾ, അത് റെറ്റിനയിൽ പതിക്കുമ്പോൾ അവിടെ നിന്ന് ഇൻഫർമേഷൻ ഹൈപ്പോതലാമസിലുള്ള സുപ്രാകിയാസ്മാറ്റിക് ന്യൂക്ലിയസിൽ എത്തുന്നു. അവിടെ നിന്ന് ഇൻഫർമേഷൻ സ്പൈനൽ കോഡ് പോകുന്നു. സ്പൈനൽ കോഡ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡിലോട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയും മെലറ്റോണിന്റെ സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഉണരുന്നു. ക്ലിയർ ആയി. ഇനി സന്ധ്യ ആവുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് ടൈം ആവുമ്പോൾ ലൈറ്റ് കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഈ മെലറ്റോണിൻ ലെവല് കൂടും. മെലറ്റോണിന്റെ ലെവലിന്റെ കൂടുകയും നമുക്ക് ഉറക്കവും ഡ്രൗസിനെസ്സും ഒക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും. അതാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കണക്ഷൻ. ഇനി നമ്മൾ മറ്റൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ വിശപ്പ്, ടെമ്പറേച്ചർ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ ഈ മെലറ്റോണിന് ഫംഗ്ഷൻ ഉണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെലറ്റോണിന്റെ ലെവൽ കുഞ്ഞുങ്ങളിൽ കൂടുതലും അഡൽട്ടിൽ കുറവും. അത് ഏജ് ആകും തോറും എന്ത് ചെയ്യുന്നു? മെലറ്റോണിന്റെ ലെവൽ കുറയുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ് എന്താണ്? ഈ മെലറ്റോണിന്റെ ലെവൽ കൂടുതലാണെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഗോണഡോട്രോപ്പിൻ കുറവായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പ്യൂബർട്ടി ഇല്ലാത്തത്. കുഞ്ഞുങ്ങളായിരിക്കും കുറച്ചും ഈ ഒരു മെലറ്റോണിന്റെ ലെവൽ കുറഞ്ഞു വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്യൂബർട്ടി ആവുകയുള്ളൂ, മെച്യൂർ. ഇത്തരം കാര്യങ്ങളാണ് പീനിയൽ ഗ്ലാൻഡിൽ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.